പ്രാവുകൾക്ക് മനുഷ്യനുമായി ഏറെ സാമ്യമുള്ള അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത് ദക്ഷിണാഫ്രിക്കയിലെ ഗുഹകളിലാണ്. നമ്മുടെ പൂർവികരെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും മാറ്റിമറിച്ചേക്കാം ഈ കണ്ടുപിടുത്തം എന്ന് പറയുമ്പോഴും ദ മിസ്സിംഗ് ലിങ്ക് എന്നൊന്നും ഇതിനെ വിശേഷിപ്പിക്കാൻ ശാസ്ത്രജ്ഞർ തയ്യാറല്ല. നലേദി എന്നാണ് ഇതിന് പേരിട്ടത്. മനുഷ്യനിലേക്കുള്ള രൂപമാറ്റത്തിന്റെ ഘട്ടങ്ങളിൽ ഒന്ന് മാത്രം ഇന്നും കയ്യെത്താ ദൂരത്താണ് ശാസ്ത്രജ്ഞർക്ക്. അതാണ് ഇതെന്ന് ആരും പറയുന്നില്ല. എങ്കിലും അതിലേക്ക് കൂടുതൽ വെളിച്ചം പകർന്നേക്കാം എന്നൊരു പ്രതീക്ഷയുണ്ട്. 15 അസ്ഥികൂടങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. മനുഷ്യനെന്ന ഗണത്തിൽപ്പെടുന്ന ഹോമോ ആണിതിന് വിശേഷണം. മനുഷ്യന്റെ ഈ ആദ്യ രൂപം 30 ലക്ഷം വർഷം മുൻപ് ദക്ഷിണാഫ്രിക്കയിൽ ജീവിച്ചിരുന്നു എന്നാണ് അനുമാനം. പ്രൊഫസർ ലീ ബർഗറിന്റെ നേതൃത്വത്തിലെ സംഘമാണ് സുപ്രധാനമായ ഈ കണ്ടെത്തൽ നടത്തിയത്. ഇരുകാലുകളിൽ നടന്നിരുന്ന പ്രൈമറ്റുകളിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള രൂപമാറ്റത്തിൽ നലേദി ഒരു പാലമായിരുന്നിരിക്കാം എന്ന് പറയുന്നു ലീ ബർഗർ. അസ്ഥികൂടങ്ങളിൽ പുരുഷന്റേതും സ്ത്രീയുടേതുമുണ്ട്, വിവിധ പ്രായത്തിലുള്ളവ, കുഞ്ഞുങ്ങളുടേതുൾപ്പെടെ. 44 ലക്ഷം വർഷം മുൻപ് ജീവിച്ചിരുന്നതാണ് മനുഷ്യന്റെ ആദിമ രൂപമായി കണക്കാക്കുന്നത്. 1990കളിൽ എത്യോപ്യയിലാണ് ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. മരം കയറാനും ഒപ്പം നിവർന്നു നടക്കാനും ഇവയ്ക്ക് കഴിവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ മൂന്നാമത്തെ ഘട്ടമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നലേദി. അതിനുശേഷം ഹോമോ ഇറക്ടസ്, പിന്നെ 2 ലക്ഷം മുതൽ 40,000 വർഷം മുൻപ് വരെ ജീവിച്ചിരുന്ന നിയാൻഡർതാൽ. അതിനും ശേഷമാണ് ഹോമോസാപ്പിയൻ എത്തിയത്. 60,000 വർഷം മുൻപ് ആഫ്രിക്ക വിട്ട ഹോമോസാപ്പിയനുകൾ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ താമസമുറപ്പിച്ചു. ഒരുപക്ഷെ ഇടയിൽ കണ്ടുമുട്ടിയ മറ്റ് സമാന ഗണക്കാരുമായി ഒത്തുചേർന്നും കാണും. ഇപ്പോൾ കണ്ടെത്തിയവയുടെ കൈവിരലുകൾക്ക് മനുഷ്യന്റേതുമായി നല്ല സാമ്യമുണ്ട്. തലച്ചോറ് ഗൊറില്ലയുടെ അത്ര ചെറുതാണ്. പക്ഷെ തലച്ചോറിന്റെ ആകൃതിയും പല്ലുകളും കാലും കാൽപാദവും കാരണമാണ് മനുഷ്യഗണത്തിൽ തന്നെ നലേദിയും ഉൾപ്പെടുത്തിയത്. അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയ ഗുഹയിലേക്ക് സ്ത്രീകൾക്ക് മാത്രമേ കയറാൻ കഴിയുമായിരുന്നുള്ളൂ. ഇടുങ്ങിയ തുരങ്കത്തിലൂടെ 20 മിനിറ്റോളം ഇഴഞ്ഞു നീങ്ങിയാണ് ഗുഹയിലെത്താൻ കഴിഞ്ഞത് തന്നെ. ശവസംസ്കാര സ്ഥലമായിരുന്നിരിക്കാം ഇതെന്നാണ് നിഗമനം. അങ്ങനെയെങ്കിൽ നലേദി ആചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്നവരാണ്. ആദിമവും ആധുനികവുമായ ഘടകങ്ങൾ ഒന്നുചേരുന്ന ഇത്രയും പഴക്കമേറിയ ഒരു ഘട്ടം ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുന്നു. മനുഷ്യനാവാൻ ആവശ്യം വേണ്ടുന്ന ഗുണങ്ങൾ എന്ന് കരുതിയതിൽ തന്നെ ഇനി മാറ്റങ്ങൾ വേണ്ടിവരും എന്നാണ് ശാസ്ത്രജ്ഞരുടെ പക്ഷം. പക്ഷേ ഒരു അവസാന വാക്ക് പറയാൻ ശാസ്ത്രജ്ഞർ തയ്യാറല്ല. പഠനം ഇനിയും ഒരുപാട് വേണം. ഒരു ഉട്ടോപ്യൻ ജീവിതം തേടിയൊന്നുമല്ല അഭയാർത്ഥികൾ എത്തുന്നത്. വെടിയൊച്ചകളില്ലാത്ത രാവും പകലും, സംഘർഷങ്ങളില്ലാത്ത ജീവിതം, ഒരു നേരത്തെ ഭക്ഷണം, ഇത്രയൊക്കെയുള്ളൂ അവരുടെ സ്വപ്നം. പക്ഷെ അതുപോലും നൽകാൻ ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങൾക്കും ആവുന്നില്ല എന്നതാണ് സത്യം. നോക്കി നിൽക്കാനേ അന്താരാഷ്ട്ര സംഘടനകൾക്കും കഴിയുന്നുള്ളൂ. ഈ ആഴ്ചയിലെ ലോകവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസിൽ.